ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനിൽ നടക്കുന്ന ഉദ്യം ഉത്സവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. കരകൌശല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംരംഭകർക്കുമായി ഒരുക്കിയ വിവിധ പവലിയനുകൾ രാഷ്ട്രപതി സന്ദർശിച്ചു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുക ലക്ഷ്യമിട്ട് കേന്ദ്ര എംഎസ്എംഇ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്യം ഉത്സവ് ഈ മാസം 30 വരെ തുടരും. ഗുജറാത്തിലെ ബാവലിയാലി ഡാമുമായി ബന്ധപ്പെട്ട പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. കൃഷി, ക്ഷീരോത്പാദനം, പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസം, മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഭർവാഡ് സമൂഹം മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഭർവാഡ് സമൂഹത്തിന്റെ സംഭാവനയും സഹകരണവും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ പാർലമെന്റിൽ ഡിഎംകെ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 2 മണിവരെ നിർത്തിവച്ച നടപടിക്രമങ്ങൾ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. മണ്ഡല പുനർനിർണയത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ പതിപ്പിച്ച ടീഷർട്ട് ധരിച്ചാണ് ഡിഎംകെ എംപിമാർ പ്രതിഷേധിച്ചത്. സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്ന ചട്ടവിരുദ്ധമായ നടപടിയാണിതെന്ന് പറഞ്ഞ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അംഗങ്ങളോട് സഭയുടെ പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിമാസ വേതനം 21,000 രൂപയാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടു. അംഗൻവാടി ജീവനക്കാരുടെ ജോലിഭാരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ വലിയ വർധനയുണ്ടായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഓണറേറിയം 2,700 രൂപ മാത്രമാണെങ്കിലും അംഗൻവാടി വർക്കർമാർക്ക് 13,000 രൂപ വരെയും ഹെൽപ്പർമാർക്ക് 9,000 വരെയും ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി പി രാജീവ് മറുപടി നൽകി. അംഗൻവാടി ജീവനക്കാരുടെ മറ്റ് ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 2 ഇടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലുകളിൽ 30 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. ബിജാപൂർ, ദന്തേവാഡ ജില്ലകളിലെ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. 2017-18 കാലയളവിനെ അപേക്ഷിച്ച് 2023-24 രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് 3.2% കുറഞ്ഞെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ. ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ 2022-23 കാലയളവിൽ 6.3 കോടിയായി വർദ്ധിച്ചുവെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. നിയമസഭ പാസാക്കിയ കേരള വയോജന കമ്മീഷൻ ബിൽ സംസ്ഥാനത്ത് വയോജന സംരക്ഷണം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടുകൂടിയ കമ്മീഷൻ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തെ ഗണ്യമായി സ്വാധീനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുതിർന്ന സിപിഐ നേതാവ് കെ.ഇ. ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് ശുപാർശ ചെയ്തു. സിപിഐ നേതാവ് പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ കെ.ഇ. ഇസ്മായിൽ നടത്തിയ പ്രസ്താവനയിലാണ് നടപടി. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് SCT പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 20.07 ആണ് വിജയശതമാനം. പരീക്ഷാഫലം www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കൊല്ലം ജില്ലയിലാണ് അൾട്രാവയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ലോക വനദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നാളെ തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് നിർവഹിക്കും. വനമിത്ര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട 26,16,657 വിദ്യാർത്ഥികൾക്ക് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. അടുത്ത വർഷം ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ 550 പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും ജലജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ളം എത്തുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ 115 പഞ്ചായത്തുകളിലും 9 നിയമസഭാ മണ്ഡലങ്ങളിലും പദ്ധതി സമ്പൂർണ്ണമായതായി ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.